അധികാരത്തിലേക്ക് വരാൻ വേണ്ടി മാത്രമാണോ നിലപാടിന്റെ രാജകുമാരൻ വേഷം കളിച്ചത് എന്നുള്ളതൊരു ചോദ്യമുണ്ട്. അഭിനയമാണോ എന്നുള്ളത്. അത് പലപ്പോഴും നേതാക്കൾ പലരും വിരുദ്ധമായ നിലപാടുകൾ വിളിച്ചു പറയുന്നത് കേട്ട് തലയിൽ കൈവച്ചിരിക്കുകയാണ് ജനം എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ പിന്നിൽ ഈ സർക്കാർ ബോർഡ് ഉണ്ടായിരുന്നില്ല എന്ന് ജനത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. കെ എം ഷാജി പറഞ്ഞു. പി കെ കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പറഞ്ഞില്ല എങ്കിലും ഘടകവിരുദ്ധമായ നിലപാടെടുത്തു. ഘടകവിരുദ്ധമായ നിലപാടുകൾ ബജറ്റിൽ അടക്കം തുറന്നു കാണിക്കുന്നു വി ഡി സതീശൻ. അപ്പോൾ സ്വാഭാവികമായും എന്തിനായിരുന്നു എന്നുള്ളത് വാക്കാണല്ലോ പ്രധാനം. ഈ വാക്കു കേട്ടിട്ടാണല്ലോ ജനം വോട്ട് ചെയ്തത്. ആ വോട്ട് ചെയ്ത് ജനങ്ങളുടെ മുഖത്ത് കൊഞ്ഞനം കുത്തി കാണിക്കുന്നതിന് സമാനമായ നിലപാടെടുക്കുക എന്ന് പറയുന്നത് ആദ്യ മാസം തന്നെയും എടുക്കുന്നത്. ഞാൻ പറയുന്നത് എല്ലാ നിലപാടുകളും അങ്ങനെയാണ് എന്നൊന്നുമല്ല. വാക്കാണല്ലോ പ്രധാനം എന്ന് പറഞ്ഞു തന്നെ മുഖ്യമന്ത്രി നടപ്പിലാക്കിയ പ്രഖ്യാപിച്ച പദ്ധതികൾ അനവധിയുണ്ട്. പക്ഷേ ഒരു സർക്കാരിന്റെ, നമ്മൾ നേരത്തെയും കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുകയും CPM ഭരണപക്ഷത്തിരിക്കുകയും ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. സർക്കാരിന്റെ നല്ല വശങ്ങൾ കൊട്ടിഘോഷിക്കാൻ ഇവിടെ PRD ഉണ്ട്. സർക്കാർ ചെയ്യുന്ന വാഗ്ദാന ലംഘനങ്ങളും സർക്കാർ ചെയ്യുന്ന നയപരമായ വ്യതിയാനങ്ങളും ചൂണ്ടിക്കാണിക്കാൻ തന്നെയാണ് മാധ്യമങ്ങൾ. അത് ഞാൻ വീണ്ടും ഇതിനു മുൻപും മീഡിയ എഡിറ്റേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് കോൺഗ്രസിന്റെ ഭാഷ്യമായിരുന്നില്ല നാട്ടിലെ മാധ്യമങ്ങളുടെ ഭാഷ്യം. അങ്ങനെ CPM കരുതിയിരുന്നുവെങ്കിലും പ്രതിപക്ഷത്തിന്റെ ഭാഷ്യമായിരുന്നു നാട്ടിലെ മാധ്യമങ്ങളുടെ ഭാഷ്യം. അത് വിമർശിക്കേണ്ട കാര്യങ്ങളെ വിമർശിക്കാൻ പ്രതിപക്ഷവും മാധ്യമങ്ങളും മത്സരിച്ചിരുന്നു എന്നതിന്റെ സൂചനയാണ്. അത് കോൺഗ്രസിന് അനുകൂലമായി മാത്രം എല്ലാ കാലവും ഭരണത്തിലിരിക്കുമ്പോഴും ഉണ്ടാകും എന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. ഒന്ന്, മദ്യവുമായി ബന്ധപ്പെട്ട വിഷയം അത് തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അത് ടാക്സുമായി ബന്ധപ്പെട്ടൊരു വിഷയം എന്ന രീതിയിൽ പരിമിതപ്പെടുത്താൻ കഴിയില്ല. അത് നയപരമായ ഒരു വിഷയം കൂടിയാണ്. ഇനി ടാക്സുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ തന്നെ അതെന്തിനാണ് കുറച്ചു കൊടുത്തത് എന്നൊരു ചോദ്യമുണ്ട്. അതിൽ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇതിനകം കേരളം മുഴുവനും കേട്ടിരിക്കുന്നു. 100-ന് താഴെ എന്നുള്ളതായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്. 100-ന് താഴെ ടാക്സ് പുനഃക്രമീകരിച്ചു കൊടുക്കുന്നത് വഴി അഴിമതിയാണ് ഭരണപക്ഷം ലക്ഷ്യമിടുന്നത് എന്ന് വി ഡി സതീശൻ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞു. ഇപ്പോൾ 125 മുതൽ അങ്ങോട്ട് ടാക്സ് നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പോഴും അത് പകുതിയിൽ താഴെയാണ് എന്നതാണ് പ്രധാനം. അപ്പോൾ എത്ര കിട്ടി എന്ന ചോദ്യം എലപ്പുള്ളി കേസിൽ അന്നത്തെ ഭരണപക്ഷത്തോട് ചോദിച്ചത് ദാ ഇപ്പോൾ ഈ ബ്രീസറിന്റെ കാര്യത്തിൽ 20% കുറവ് മദ്യ കണ്ടന്റ് അടങ്ങിയ ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയ മദ്യവുമായി ബന്ധപ്പെട്ട് തിരിച്ചു ചോദിക്കുകയും ചെയ്യുന്നത് വ്യക്തമാക്കേണ്ടി വരും. കാരണം സ്വന്തം വാക്കുകൾ തിരിഞ്ഞടിക്കുന്നത്, തിരിച്ചു കൊത്തുന്നത് കാണുകയാണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. ഇന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങളൊന്നും വന്നിട്ടുമില്ല. ഇനി സഭയിൽ സ്വാഭാവികമായും ചോദ്യമായി വരികയും ചെയ്യും. അതായത് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് എങ്കിലും ഏറ്റവും കൂടുതൽ കലുഷിതമാകുന്നത് മദ്യവിഷയത്തിൽ തന്നെ ആയിരിക്കും എന്നത് പ്രധാനമാണ്.